ഹലോ ഗൈസ്, ഞങ്ങൾ പോവാണ് ഗൈസ് ടു നെതർലാൻഡ്സ്. ഐ ആം ടേക്കിംഗ് എ വ്ളോഗ്. സോ നമ്മൾ കാറിലാണ് പോണത്. നമ്മുടെ കൊളീഗ് വന്നിട്ടുണ്ട് ഇവിടെ, ആശിഷ്. പുള്ളി നെതർലാൻഡ്സിൻ്റെ വന്നത്, നെതർലാൻഡ്സ് ഓഫീസിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ കാറിൽ 2 മണിക്കൂർ ഡ്രൈവ്. അവിടെ ഞാൻ ഈ പുള്ളിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്, ലോകേഷ്. ആൻഡ് മിസ്റ്റർ രഞ്ജിത്ത് സ്റ്റേയിങ് വിത്ത് ദിലീപ്. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഇല്ലെങ്കിൽ പോകുന്ന വഴിക്കല്ലോ ഉണ്ടെങ്കിൽ അത് കാണിച്ചു. ലൈറ്റ് ഓൺ, ലൈറ്റ് ബി ഓൺ. So we are starting. Hello. We have to say that is yeah. Hello. I'm taking a video. ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റ് നെതർലാൻഡ്സിൽ ലോകേഷ് അപ്പാർട്ട്മെൻ്റ് ആണ്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ സ്ഥലമായിട്ട് തോന്നും, പക്ഷേ ശരിക്കും കുറേ സ്ഥലമില്ല. ഇതാണ് ബെഡ്റൂമല്ല, ഇതൊരു മറ്റേ മെസണി എന്ന് പറയും. മുകളിൽ ഒരു ബെഡുണ്ട്. സ്റ്റെപ്പൊക്കെ ഭയങ്കര തിൻ സ്റ്റെപ്പാണ്, കാൽഭാഗത്തിൻ്റെ പകുതി വയ്ക്കാനേ പറ്റത്തുള്ളൂ. ഇതാണ് ബെഡ്. ഞാൻ കിടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ആ സ്ഥലത്ത് ഈ മാട്രസിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഈ കഷ്ണം ഉണ്ടല്ലോ, ഈ പീസ് എടുത്തിട്ട് അവിടെ ഇടും. ഇത് മൈ ബ്ലാങ്കറ്റ്. ബാത്റൂം ഇതാണ്. ബാത്റൂമിന് അങ്ങനെ വാതിലൊന്നുമില്ല, ജസ്റ്റ് ഗ്ലാസ് പാർട്ടീഷൻ. വെള്ളം പുറത്തോട്ട് പോകാണ്ടെങ്കിൽ ഗ്ലാസ് പാർട്ടീഷനേ ഉള്ളൂ. ലൈറ്റ് കാണിച്ചു തരാം. ഇതാണ് സംഗതി. അപ്പോൾ ഒരാൾ അപ്സ്റ്റേഴ്സ് ആണെങ്കിൽ മറ്റാൾ ഡൗൺ സ്റ്റേഴ്സ് പോകും, മറ്റാൾ ഡൗൺ സ്റ്റേഴ്സ് ആണെങ്കിൽ മറ്റാൾ അപ്സ്റ്റേഴ്സ് വരും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണിത്. ഇത് ആക്ച്വലി സിംഗിൾ പേഴ്സൺ ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, പക്ഷേ വി മാനേജ്. ദറ്റ് ഈസ് ഹൗ വി ഡു തിങ്സ്. എന്തുകൊണ്ട് വീഡിയോയിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ സൈക്കിൾ ഓട്ടി ഓഫീസിൽ പോകണം. അപ്പോൾ അവിടെ എത്തിയിട്ട് വീണ്ടും വരാം. സൈക്കിൾ പാർക്കിംഗ് ആണ് ഗൈസ് അപ്പാർട്ട്മെൻറ്റിലെ. ഓൺലി സൈക്കിൾസ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇത് ലോക്ക്ഡാണ്. ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് ആക്സസ് ഉള്ള ആൾക്കാർക്ക് പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് ഫൈൻ. സോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ മോർണിംഗ് റൂട്ടീൻ. ദിസ് ഈസ് എ റോഡ് ത്രൂ വിച്ച് വി ആർ സൈക്ലിംഗ് ടു ഓഫീസ്. ഒന്നും പറയില്ല, ഞാനൊക്കെ സ്ഥലം. അമേസിങ് പ്ലേസ്. ദിസ് ഈസ് വൺ ഫ്രണ്ട് സൈക്കിൾ. പക്ഷേ ഇടിയോട്ട് സ്ഥലം കേട്ടോ. കുറേ കിളിനാദമൊക്കെ കേൾക്കാം. Pleasant morning exercise before going to office. Okay, bye bye. ഇന്നത്തെ പണി കഴിഞ്ഞു ഗൈസ്. തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഓൺ ദ സൈക്കിൾ ഓൺ ദിസ് ബ്യൂട്ടിഫുൾ റോഡ്. ഇത് സൈക്കിളിലും പിന്നെ സ്കൂട്ടർ അങ്ങനത്തെ മാത്രമുള്ള ഇതാണ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഇൻ്റർനാഷണൽ സ്കൂൾ. ഒരുപാട് അതിൻ്റെ മുകളിൽ ഇന്ത്യക്കാരെ പിള്ളേർക്ക് ഇവിടെ പഠിക്കുന്നത്. ചില പിള്ളേർ ഡച്ച് സ്കൂളും പഠിക്കുന്നുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് ഉള്ള സ്കൂൾ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് സ്കൂൾ. അത് മറ്റേ ഈ വഴിയിലാണ് കാലത്തെ സ്ഥിര സൈക്കിൾ ഓടുന്ന വഴി. നമ്മുടെ കൊളീഗ്സിൻ്റെ പിള്ളേരൊക്കെ ഇവിടെ പഠിക്കുന്നത്, ഇവിടെ അതിൻ്റെ മുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ. ഡച്ച് പിള്ളേരുണ്ട്. 30-40% ഇന്ത്യക്കാരെ പിള്ളേരാണ് കേൾക്കുന്നത്. ഇത് പണ്ടെന്തോ മിലിറ്ററി ബേസോ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് പിന്നെ ഒരു സ്കൂളായിട്ട് കൺവേർട്ട് ചെയ്തത്. അഗൈൻ ബാക്ക് ഓൺ ദ ബ്യൂട്ടിഫുൾ റോഡ്. ഇതാണ് ഗൈസ് ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ്. കാണുന്ന ലുക്ക് മാത്രമേ ഉള്ളൂ, അകത്ത് കുട്ടി അപ്പാർട്ട്മെൻറ്റാണ്. ഇതിനകത്ത് തന്നെ ഒരു ഫ്ലോറിൽ ഇവൻ്റെ അപ്പാർട്ട്മെൻറ്റ് വലുതാണ്. ഇതന്നെ ലൈറ്റ് വരുന്നത് രാത്രി ഏതാണ്ടാണോ? ഒരു ഫ്ലോറിൽ തന്നെ 40-48-50 അപ്പാർട്ട്മെന്റ് ഇല്ലേ? 500 അപ്പാർട്ട്മെന്റ്സ് ഇൻ ദിസ് വൺ സിംഗിൾ ബിൽഡിംഗ്. ഇത് നേരത്തെ ഒരു ഇതായിരുന്നു, എന്തിനാണ്, സ്കൂളായിരുന്നു. സ്കൂളാമാർ വെട്ടിപ്പൊളിച്ചതിൻ്റെ അകത്ത് ഒരു ഫ്ലോറിൽ തന്നെ 40-50 അപ്പാർട്ട്മെന്റ് ഉണ്ട്. എല്ലാം കുഞ്ഞു അപ്പാർട്ട്മെന്റാണ്. ബട്ട് ഫോർ 1% ഇറ്റ് വർക്ക്സ്, ഇറ്റ്സ് ഫൈൻ. നമ്മൾ ജർമ്മനിയിൽ വലിയ അപ്പാർട്ട്മെൻറ്റ് താമസിച്ചിട്ട് പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. 2 പേരൊക്കെ ആയിട്ട് തട്ടിമുട്ടിയൊക്കെ പോവാം. ഓക്കെ, അപ്പം ഞങ്ങളിപ്പോൾ ദിലീപിനെ വീട്ടിൽ പോവാണ്. ഇന്ന് ഫ്രൈഡേ നൈറ്റ് കൊണ്ടാണ് അവിടെ പാർട്ടി. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു. നിങ്ങളെ പകൽ വെളിച്ചത്തിൽ ഈ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് കാണിച്ചാലെന്ന് വിചാരിച്ചു. ഇതാണ് വലിയൊരു സ്കൂളായിരുന്നു നേരത്തെ, അത് ഇത്ര ഉണ്ടത്.
ഇതാണ് അവർ മാറ്റിയിട്ട് അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ്. ഇവിടെ ഫുള്ള് സൈക്കിൾ പാർക്കിംഗ് എല്ലാമാണ്. ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കാറുണ്ട്. ജസ്റ്റ് ഫോർ ഹൊറർ. ഇന്നിപ്പോൾ വലിയ തണുപ്പില്ല, 15 ഡിഗ്രിയാണ്. ഷൂസ് കൊണ്ടിട്ടുള്ള ഒള്ളി ദ ചപ്പൽസ്. സോ വെരി നൈസ് ഡേ. ഇപ്പോൾ ഇനി ടെമ്പറേച്ചർ ഇനി കൂടി വരും. ഇനി ഇപ്പോൾ 20-25 ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ. ഇതിപ്പോൾ ലാസ്റ്റ് ദിവസമാണ്. ഞങ്ങൾ നാളെ തിരിച്ചു പോകും. അപ്പോൾ ഈ ട്രിപ്പിലെ ലാസ്റ്റ് സൈക്കിൾ റൈഡ് ഈ റോഡിൽ കൂടെ ഇതായിരിക്കും. നാളെ ഊബർ വെച്ചിട്ട് വേണം ഓഫീസിൽ വരാൻ. പെട്ടിയുണ്ട്. പെട്ടി കൊണ്ടുവന്നിട്ട് നമ്മുടെ കൊളീഗിന് വണ്ടിക്കകത്ത് വയ്ക്കും. പിന്നെ വൈകുന്നേരം ഞാനും രഞ്ജിത്തും ദാസനും വിജയനും ഞങ്ങളിവിടെ നിന്നൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഊബർ വിളിച്ചിട്ട് നമ്മുടെ ബസ് വരുന്ന സ്ഥലത്തേക്ക് പോകും. പിന്നെ അവിടെ നിന്ന് 2 മണിക്കൂർ ഫ്ലിക്സ് ബസ്. വെറും ശരിക്കും 560 രൂപയാണ്, 7 യൂറോ ആണ്. പിന്നെ ഞങ്ങൾ ഒരു ത്രില്ലിന് പനോരമിക് സീറ്റൊക്കെ എടുത്ത്, എൻ്റെ മുകളിൽ ഫുള്ള് ഗ്ലാസ്സാണ്, ഏറ്റവും ഫ്രണ്ടിൽ ഡബിൾ ഡെക്കറുടെ മുകളിലാണ്. എന്തെങ്കിലും കാഴ്ച കാണാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഈ 4:30 സമയത്ത് സിറ്റി കൂടെ പോകുന്ന പോലെ കാണാൻ പറ്റി. പിന്നെ ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വലിയതായിട്ട് കാണാനൊന്നുമില്ല. ഫ്ലാറ്റാണ്, നമ്മുടെ നാട്ടിലത്തെ പോലെ മലയും കുന്നൊന്നുമില്ല. പിന്നെ എങ്ങനെ നോക്കിയാലും ഒരു 1000 രൂപ അത്ര ആയിട്ടുള്ളൂ. 11 യൂറോ ഒരു കൺട്രിയിൽ നിന്ന് വേറെ കൺട്രി പോകണമെങ്കിൽ, നെതർലാൻഡ്സിൽ നിന്ന് ജർമ്മനി. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇതോടുകൂടി നെതർലാൻഡ്സ് ട്രിപ്പ്, ഈ ട്രിപ്പ് തീർന്ന് മിക്കവാറും പിന്നെ വരുമായിരിക്കും. അപ്പം ശരി ബേബി. എസ് ക്ലാസ് ബെൻസിലാണ് ഞങ്ങളത് പോടുന്നത്. അതെ, ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആണത്. എന്തോ ഒരു ഭാഗ്യമുണ്ട് കേട്ടോ, എന്തോ ഒരു ഭാഗ്യമുണ്ട്. ഞങ്ങൾ വന്ന വണ്ടി ഇതാണ്ടോ ഓഫീസ്. എൻ്റെ പെട്ടി കൊണ്ടുപോയി കുട്ടിയും കാണുന്നില്ലല്ലോ. ഉണ്ണിന്ന് ഇറങ്ങാൻ നമ്മുടെ കൊളീഗുണ്ട്. ഉണ്ണിയുടെ വണ്ടിയിൽ പെട്ടി വെച്ചിട്ട് വൈകുന്നേരം ആ വണ്ടിയിൽ നിന്ന് പെട്ടിയെടുത്തു ഇതുപോലെ ഒരു ഊബർ വിളിച്ചിട്ട്, ഇതുപോലെ കിട്ടുമെന്ന് അറിയത്തില്ല, എന്നാലും കിട്ടുന്ന ഊബർ വിളിച്ചിട്ട് നമുക്ക് പോകണം, അങ്ങോട്ട് പോകണം. ഉണ്ണിയുടെ വണ്ടി കാണാൻ നോക്കട്ടെ. ഈ വന്ന വഴിക്ക് ഒരു പണി കിട്ടി. ഇങ്ങനെ വണ്ടി എടുത്തപ്പോഴത്തേക്ക് ഫ്രണ്ടിലത്തെ വണ്ടി വളഞ്ഞപ്പോൾ ഒന്ന് സ്ലോ ആയി. ഇതിനകത്ത് അടാസ് ഉണ്ടല്ലോ, അടാസ് ഒറ്റ ചവിട്ട്. പക്ഷേ ബെൻസ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. എന്നാലും കൊള്ളായിരുന്നു. ഇതാണ് നിങ്ങളുടെ വണ്ടി. ഇത് കണ്ടിട്ട് ഫെറാറി പോലെ ഉണ്ടല്ലോ. ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ? അപ്പോൾ ഗൈസ്, ഞങ്ങൾ നെതർലാൻഡ്സ് വിടുവാണ് ഫ്ലിക്സ് ബസ്സിൽ. പനോരമിക് വ്യൂ. വലിയ പനോരമയൊന്നുമില്ല. ഫ്രണ്ടിൽ ഡബിൾ ഡെക്കറാണ്, മുകളിലാണ് ഇരിക്കുന്നത്. ഇതാണ് പനോരമ വ്യൂ. ചില്ല് ഒന്ന് വൈപ്പിടാൻ പറയൂ. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. ഇറ്റ്സ് നോട്ട് ബാഡ്. പിന്നെ സിറ്റിയൊക്കെ കാണാം. ഹൈവേ കയറി കഴിഞ്ഞാൽ ഇവിടെ വലിയ കാണാനൊന്നുമില്ല. പിന്നെ കുറച്ച് പൂവൊക്കെ വന്നു തുടങ്ങി. പൂവാ എവിടെ? ഈ നിലത്തെ പൂവാ. പക്ഷേ ഇത് ഇനി വരുന്ന ചെടികളിലൊക്കെ ഇനി ഇവിടെ നല്ല സ്പ്രിങ് ആയി അതിനേക്കാളും ഭംഗി ഫോൾ ആകുമ്പോഴത്തേക്കും നല്ല ഓറഞ്ച്, മഞ്ഞ കളർ, ചുവപ്പ് കളറൊക്കെ ആയിട്ട് ഇലയൊക്കെ ആയിട്ട് എത്തും. പക്ഷെ നമ്മൾ ചിലപ്പോൾ അപ്പം വരുമായിരിക്കില്ല, എല്ലാ മാസം വരണമല്ലോ. നമ്മളൊപ്പം തിരിച്ചു വേണം. യെസ്, ഇന്ന് തിരിച്ചു വേണം. GE ഹെൽത്ത് കെയർ. യെസ്, ഇതിപ്പോൾ അതിൻ്റെ വരുന്ന ഡസ്റ്റൽഡോഫിൽ പോയിട്ട് ട്രെയിനാണ്. ട്രെയിൻ പിടിച്ച് പെട്ടി കുരുട്ടി പോകണം. അവിടെ കൊളോൺ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ നടക്കണ്ടേ? കൊളോണല്ല, ടോയ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ പെട്ടിയെ കുന്തി നടക്കണം. നമ്മൾ അവിടം വരെ ഉന്തോടാ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആശിഷിൻ്റെ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ ആശിഷ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ട്രീറ്റിൽ വണ്ടി കൊണ്ടുവന്നു. അവിടെ വണ്ടി കേട്ട് പോയതാ. എന്താ
കട്ടയൊന്നുമില്ല. നല്ല തണുപ്പുണ്ടെന്ന്, ഇന്നലത്തെ പോലെ അല്ല. ഇന്ന് ഇപ്പോൾ 8 ഡിഗ്രി, അതെ, പക്ഷേ ഫീൽഡ്സിലേക്ക് 4 ഡിഗ്രിയാണ്. ഞാനാണെങ്കിൽ തെർമലൊന്നും ഇട്ടില്ല. ഇന്നലെ തെർമൽ ഇടത്താറ്, ഇന്ന് ഇട്ടില്ല. പക്ഷെ അത്യാവശ്യം തണുപ്പുണ്ട്. ഇപ്പോൾ 2 മണിക്കൂറല്ലേ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇടയ്ക്ക് കാണിച്ചു തരാം. ഇതൊരു വലിയ വ്ളോഗായിരിക്കും കേട്ടോ. നെതർലാൻഡ്സ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് നോക്കട്ടെ. എൻ്റെ മുറിച്ചു കട്ട് ചെയ്ത് കിടാം. ചിലപ്പോൾ 2 എപ്പിസോഡായിട്ട് വലിയ കിടേണ്ടി വരും. ഇത്ര ലെങ്ത്തോളം ഉറങ്ങാനായിട്ട് ഒന്ന് ചൂടായാലും ഉറങ്ങാൻ പറ്റത്തുള്ളൂ. നല്ലതാണ്. കാലൊക്കെ നല്ല മരവിച്ചിരിക്കുക. വൂളൻ സോക്സ് കിട്ടണം കാര്യമൊന്നുമില്ല. എൻ്റെ ഇടയ്ക്കൂടെ കയറി നമ്മൾ ഇത്ര നേരം പുറത്തേക്ക് വരുന്നു ബസ്സും കാത്ത്. ബസ്സാണെങ്കിൽ 10 മിനിറ്റ് ലേറ്റുമായി. അപ്പോൾ വരുന്നില്ല ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ.